അങ്ങനെ ഇന്ന് നടന്ന മത്സരം അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലായിട്ടായിരുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 273 റൺസാണ് 50 ഓവറിൽ സ്വന്തമാക്കിയത്. പക്ഷേ മഴ വില്ലനാകുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത് നമുക്ക് കാണാനായത്. രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ 109ൽ 1 എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും മഴ വില്ലനായിട്ട് വരുന്നത്. ഹെഡ് 59 റൺസ്, അതുപോലെ തന്നെ ഷോട്ട് 20 റൺസ് എന്നിങ്ങനെയാണ്. സ്മിത്ത് 19 റൺസ് എന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും മഴ വില്ലനായിട്ട് എത്തിയത്. അങ്ങനെ കളി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മത്സരം അവർ പോയിൻ്റ് തുല്യമായി വീതിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു മത്സരത്തിനകത്ത് കാണാനായത്. അപ്പോൾ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 273 റൺസാണ് സ്വന്തമാക്കിയത് 50 ഓവറിൽ. അവരുടെ ആകെ കളിച്ചത് സിദ്ദിഖുള്ളയാണ് 85 റൺസ്, അതുപോലെ തന്നെ അസ്മത്തുള്ള 67 റൺസ്. നല്ലൊരു മത്സരം കാണാൻ സാധിച്ചു. 273 എന്നുള്ള റൺസ് ഓസ്ട്രേലിയക്കെതിരെ എടുക്കാനും സാധിച്ചു. 10 വിക്കറ്റ് നഷ്ടം പോയെങ്കിലും 273 എന്നുള്ള അത്യാവശ്യം നല്ലൊരു റൺസ് എടുക്കാൻ സാധിച്ചു. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയ 109 റൺസാണ്. 1 വിക്കറ്റ് നഷ്ടത്തിൽ 12 ഓവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്ന കാഴ്ചയാണ് ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ടായത്. മഴ വന്നതോടുകൂടി മത്സരം അവിടെ വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അങ്ങനെ പോയിന്റുകൾ ഇരു ടീമുകളും തുല്യമായിട്ട് വീതിച്ചെടുത്തു. ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ക്വാളിഫൈ ആയി 4 പോയിന്റ്. ദക്ഷിണാഫ്രിക്കയ്ക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും 3 പോയിന്റ് വീതമാണ്. അപ്പോൾ അടുത്ത മത്സരം ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നല്ല മാർജിനിൽ തോൽപ്പിച്ചാൽ മാത്രമാണ് അഫ്ഗാനിസ്ഥാന് കയറാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് അത്ര പോസിബിളായുള്ള കാര്യമല്ല. ഭയങ്കര ഭാഗ്യം കൂടി വേണം അഫ്ഗാനിസ്ഥാന് ക്വാളിഫൈ ആകണമെങ്കിൽ. ഗ്രൂപ്പ് എയിൽ നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡും അതുപോലെ തന്നെ ഇന്ത്യയും ക്വാളിഫൈ ആയി. ബംഗ്ലാദേശും പാകിസ്ഥാനും പുറത്താകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഗ്രൂപ്പ് ബിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക തന്നെയായിരിക്കും ക്വാളിഫൈ ആവാൻ സാധ്യത എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളാക്കിയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പുറത്തോട്ടിരിക്കണം. ബൈ.